നമ്മുടെ അഭിമന്യുവില്ലേ, റസല് കൊല്ലുന്ന മോനും അഭിമന്യുവും തമ്മിലുള്ള അവരുടെ ഒരു ബോണ്ട് എങ്ങനെ, അവര് ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ ഒരുപാട്. അതാണ് അവിടെ ഉണ്ട് കുട്ടികൾ ഷൂട്ടില്ലെങ്കിലും ഇവരവിടെ ഉണ്ട്. കുട്ടികൾ എപ്പോഴും അവിടെ ഉണ്ട്. കുട്ടിയുണ്ട്, ആ ഡോഗ് ഇല്ലേ, ആ ഡോഗ് അവിടെ ഉണ്ട്. അപ്പൊ ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് എല്ലാവരും. ആ സീൻ എടുക്കുമ്പോൾ മാത്രം എങ്കിലും ഈ കുട്ടികൾ ഇവരുമായിട്ട് ഭയങ്കര അടുപ്പമാവും, ഒരു ബോണ്ടിങ് ആവുള്ളൂ. അപ്പൊ അത് ഭയങ്കര സിനിമയെ സപ്പോർട്ട് ചെയ്തു അത്. പക്ഷെ അത് ഭയങ്കര ഫീലിംഗുമായി. പിന്നെ ഞാൻ നോക്കുമ്പോൾ അഭി മാറി നിന്നിട്ട് അവന് പറ്റുന്നില്ല. ആ കരയെന്ന് വെച്ചാൽ കണ്ണൊക്കെ നിറഞ്ഞു. അവനും ഞാൻ കൈയൊക്കെ വിറക്കുകയാണ്. എന്തൊരു കേട്ടോ, അത് നമ്മൾ എങ്ങനെ അപ്സെറ്റ് ചെയ്യുന്നത്. അത് അവനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അവൻ അത്രയും കുട്ടികളെ സ്നേഹിക്കുന്ന ഒരുത്തനാണ്. എന്ന് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കും. അപ്പം അത് നമ്മളെല്ലാം ഡയറക്ടറൊക്കെ അവനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ആ ഒരു സീൻ. അതുപോലെ ഈ വായൊക്കെ വലിച്ചു കീറുന്നതൊക്കെ അതെങ്ങനെയാ ചേട്ടാ ഷൂട്ട് ചെയ്തത്? അത് നമ്മുടെ പ്ലാനിങ് ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് വൈസ് പറയുമ്പോഴേ അങ്ങനെ പ്ലാനിങ് ഇല്ല. കലൈ മാസ്റ്റർ അല്ലോ, ഫൈറ്റ് മാസ്റ്റർ, പുള്ളി ഇതിൽ വന്നു കഴിഞ്ഞാൽ കലയെ മാത്രമല്ല ഞങ്ങളെല്ലാം പിന്നെ ഒരു ഫൈറ്റ് സൈക്കോ എന്ന് പറയുമില്ല, അതേപോലെ ഓൾ ക്രൂ മെമ്പേഴ്സ്. കാരണം എന്ന് ഫൈറ്റ് ബ്ലഡ് എന്നുള്ള മൂടാണ്. അപ്പോൾ ഈ സീൻ എടുക്കുമ്പോൾ കലയ്ക്ക് പെട്ടെന്ന് ഐഡിയ വരിക, മച്ചാ നമുക്ക് എന്താ വായ തക്കിളിച്ചുള്ള അല്ലേ മറ്റേ എന്താ കൈ ഉടയ്ക്കുക എന്നൊക്കെ പാവം പറയാണ്. നമ്മളപ്പോൾ തന്നെ ഓക്കെ 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 എന്ന് പറഞ്ഞു വിടാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ചെയ്ത ഒരു ക്രിയേഷനാണ്. അത് ഒരുപാട് പേര് വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. അത് പെട്ടെന്ന് നമ്മളൊരു ഐഡിയയിൽ ചെയ്തതാണ്, അല്ലാതെ വേറെ പ്ലാനിങ്ങോ ഈ പറഞ്ഞ പോലെ നേരത്തെ മോൾഡ് വർക്ക് എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തതല്ല. അത് ശരിക്കും മേക്കപ്പിൽ തന്നെയാണ്, സിലിക്കോണാണ്. സിലിക്കോണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് സിലിക്കോൺ ചെയ്തിട്ട് ബാക്കി കളർ ചെയ്തതാണ്. അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മേക്ക് ചെയ്തതാണ്. അത് അത്രയും നല്ല റിസൾട്ട് വരുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പട്ടിയെ വലിച്ചു കീറുന്നതുണ്ടല്ലോ, അതുണ്ട്. അത് ആർട്ടിലെ സുല്ലേട്ടൻ ഗംഭീരമായിട്ട് പട്ടിയെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നാക്കി കടിച്ചെടുക്കുന്നത്. പക്ഷെ പട്ടിയുടെ ഉള്ളിൽ ഞങ്ങൾ പമ്പ് വെച്ചിട്ടുണ്ട്. പട്ടിയുടെ വായ്ക്കുള്ളിൽ സ്പ്രേ ചെയ്യാനായിട്ട് ബ്ലഡിൻ്റെ ഒരു പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളിവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ബ്ലഡ് കംപ്ലീറ്റ് പുറത്ത് വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു അത്. പക്ഷേ സുല്ലേട്ടൻ ഗംഭീരമായിട്ട് പട്ടി വർക്ക് ചെയ്ത് തന്നു. നമ്മുടെ ഡയറക്ടർ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത ഡയറക്ടറിന്റെ പല വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര പാവ മനുഷ്യനാണോ? ശരിക്കും ഭയങ്കര പാവമാണല്ലേ? ശരിക്കും ഞാനും അനീഫയ്ക്കായിട്ട് നേരത്തെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അനീഫയ്ക്കെ പറ്റി പൊതുവേ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടർ എങ്ങനെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുമല്ലോ. അപ്പം ഞാൻ അറിഞ്ഞത് ഭയങ്കര വയലൻ്റാണ് പുള്ളി. എന്തെങ്കിലും പറഞ്ഞ് ശരിയായില്ല ചീത്ത പറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു ടെൻഷനിലാണ് പോയി മീറ്റ് ചെയ്യാൻ തന്നെ പോകുന്നത്. ആൾ സംസാരിച്ചപ്പോൾ ഭയങ്കര കൂള് മനുഷ്യൻ, ഇത്രയും നല്ലൊരു പാവപ്പെട്ട ഒരാളാണ്. പാവം എന്ന് പറഞ്ഞാൽ ഒരു പെർഫ്യൂമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മൾ അടുത്ത് പോകുമ്പോൾ തന്നെ നീ ഇന്ന് അതല്ലേ അടിച്ചത്, നീ ഇന്ന് ഇതല്ലേ യൂസ് ചെയ്ത് പുള്ളി ചോദിക്കും. നമ്മൾ ടെൻഷനിലായിരിക്കും പോകുന്നത്, സാർ ആ ബ്ലഡ് നീ ഏത് പെർഫ്യൂം അടിച്ചിരിക്കുന്നത്? അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മൾ ടെൻഷനിലാണ് പോയി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂളായിട്ട് മനുഷ്യനാണ്, ഭയങ്കര അടിപൊളി. പക്ഷേ പുള്ളിയുടെ ഈ ഒരു കണ്ടന്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ പുള്ളിയുടെ ടാലൻറ്റ്, എന്തോരം ഉള്ളിലുള്ള സാധനമാണ് ഇപ്പോൾ സിനിമയായിട്ട് വന്നത്. അത് നന്നായിട്ട് പുള്ളി എടുത്ത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെ? നമ്മൾ തിയേറ്ററിലൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ന്യൂസ് കണ്ടു പലവരും ഛർദ്ദിച്ചു, തലകറങ്ങി വീണു. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയുടെ ഓൾറെഡി നമ്മുടെ ഈ ഷൂട്ടിംഗ് ടൈമിൽ തന്നെ പലതും ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ. എൻ്റെ ഫാമിലിയായിട്ട് അങ്ങനെ സിനിമയായിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല, അങ്ങനെ ആരുമില്ല. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. സിസ്റ്ററും അളിയനും പോയി പടം കണ്ടിട്ട് നല്ല റിസൾട്ട് പറഞ്ഞു. പക്ഷേ ഇത് ഫാമിലിക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്. അങ്ങനെ ഈ ചെറിയ റിവ്യൂസിലൊക്കെ പറയുമ്പോഴത്തെ അത്ര അങ്ങനെ ക്രൂരമായ പരിപാടിയൊന്നുമില്ല. ചിലവർ കണ്ടിരിക്കാൻ പറ്റില്ല. അല്ല ഞാൻ പറയുന്നത് ഉണ്ട്, പക്ഷെ ഫാമിലിക്ക് അപ്സെറ്റ് ചെയ്യാന്ന് ഫാമിലിക്ക് വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ഫാമിലിക്ക് അപ്സെറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അത് കണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചില റിവ്യൂല് കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ ഇത്രയും മൈൻഡ്സ് പോരാ ചേട്ടാ പോരാ എന്ന് പറഞ്ഞു പോകുന്ന റിവ്യൂസ് പോകുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പല ആൾക്കാരുടെ മൈൻഡ് എനിക്കൊന്നും ഇപ്പൊ നമ്മുടെ ജനറേഷനൊക്കെ കൂടുതലും കൊറിയൻ മൂവീസും അതൊക്കെ നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പത്തെവര് ചിലപ്പോൾ അത്രയും കണ്ടിട്ടില്ലായിരിക്കും, അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചില പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവിടെ ഉണ്ടായി കേട്ടു. പക്ഷെ ചേട്ടാ എങ്ങനെ പറയാൻ തോന്നി അത്രക്കൊന്നും ഇല്ല എന്നൊക്കെ? അങ്ങനല്ല, ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി ഓഡിയൻസ് പല ആൾക്കാരും പല ചിന്താഗതിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പം ചില ആൾക്കാർക്ക് തന്നെ ഫീൽ ആവും. ഇപ്പോൾ ലേഡീസിനെന്നല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സായ ഒന്ന് രണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ആൺ സുഹൃത്തുക്കൾ തന്നെ വിളിച്ച് പറയുന്നു അവിടെ ഭീകരമായപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല, ഇനിയുള്ള സംഭവങ്ങൾ കണ്ടിരുന്നെങ്കിലോ. ഇതിപ്പം ഇത്രയും സെൻസർ ചെയ്തപ്പോഴാണ് ഇത്രയെങ്കിലും അതായത്. അപ്പോൾ സെൻസർ ചെയ്യാതെ കണ്ടിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്.
പിന്നെ റിയാസ് ഖാന്റെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ട്. റിയാസ് ഖാൻ്റെ ഒരു സീന് സിനിമയിൽ നിന്ന് മാറ്റി. കാരണം അതൊരു ഫൈറ്റ് സീനാണത്. അത് ഈ പറഞ്ഞ പോലെ വലിയ വയലൻസിന്റെ ഒരു ഭാഗം അല്ല. അല്ല റിയാസ് ഖാനെ മൂവിയിൽ കാണിക്കുന്നില്ലല്ലോ ഇതിൽ നമുക്കിപ്പോൾ ഈ പോർഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ OTT വരുമ്പോൾ സാധ്യത ഉണ്ടാവും. അതൊരു ഫൈറ്റ് സീനാണ്. അതൊരു ഫ്ലാഷ് ബാക്ക് സീനാണത്. അത് സിനിമയായിട്ട് ഇപ്പം പോകുന്ന പ്രസന്റിൽ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതല്ല. അത് ഉണ്ണിച്ചേട്ടന് വേറൊരു ഗെറ്റപ്പാണ്. അപ്പോൾ അത് റിയാസ് ഖാൻ വേറൊരു സിറ്റുവേഷനിൽ വരുന്നൊരു സീനാണ്. അപ്പോൾ ഇതുമായിട്ടിപ്പോൾ ഈ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് എന്താണെന്ന് അറിയില്ല. ചേട്ടൻ ഇത്രയും ചെയ്തത് കൂട്ടത്തിൽ ഈ മൂവിയിൽ ഏതാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയത്? എനിക്കിപ്പോൾ സാറ്റിസ്ഫൈഡ് ആയത് മൊത്തം ഞാൻ ചെയ്തത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സെറ്റായത് എനിക്ക് ആ ബോഡി ഞാൻ പറഞ്ഞില്ലേ, വിക്ടറിൻ്റെ ബോഡിയിലാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാനും ഗംഭീരമായിട്ട് അത് റിസൾട്ട് കൊടുക്കാൻ പറ്റി. ആ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ അവിടെ നിന്നവർ അറിയാതെ മൂക്കിൽ കൈവച്ചു. ഒറിജിനൽ ആണോ എന്നുള്ള രീതി, അതായത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന സ്മെല്ലൊന്നുമില്ല, പക്ഷെ അവർക്ക് ആ ഒരു ഫീല് കിട്ടും. അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ് ഫീല് കിട്ടും. നമ്മൾ ആ ഈച്ച വരുന്നുണ്ട്, ഈച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ മറ്റേ പഞ്ചസാര ലാഗിനെയൊക്കെ ഒഴിക്കുമ്പോൾ ഭയങ്കര ഈച്ച വരും. ഈച്ച വന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പുഴുവും അതേപോലത്തെ ഡെസ്പൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. നമ്മൾ ആ സ്മെല്ല് വരുന്നെങ്കിൽ ഇത് ഒറിജിനലാണെന്ന് ഫസ്റ്റ് കാണുന്നവർ പെട്ടെന്ന് മൂക്കിൽ കൈവയ്ക്കും. കാരണം ഭയങ്കര ഒറിജിനൽ. നമ്മൾ പെട്ടെന്ന് ആ ഷോട്ട് സമയത്താണ് ഞാനത് വിഷൽ അവിടെ കൊണ്ട് വെക്കുന്നത്. അതുവരെ നമ്മളത് വെച്ചിട്ടില്ല. അപ്പം ജൂനിയേഴ്സ് ഒരു 10-50 പേര് ജൂനിയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ പോലീസേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടി. കാരണം സിനിമയിൽ എത്ര കണ്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് പേരുടെ നല്ല അഭിപ്രായം കിട്ടിയത്. സെക്കൻഡ് പാർട്ട് എപ്പോഴത്തേക്ക് ഷൂട്ട് തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ വെച്ചിട്ടുണ്ടോ? അതിപ്പോൾ അതൊന്നും പറയാറായിട്ടില്ല, ഒഫീഷ്യലായിട്ട് പറയാറായിട്ടില്ല. ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. വയലൻസ് ഇനിയും തുടരും. അതെ, തുടരും. കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കണ്ടതൊന്നുമല്ല. പിന്നെ ചേട്ടൻ ഇപ്പം മാർക്കോ അല്ലാണ്ട് തന്നെ ചേട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക്സ് എല്ലാം ഫീൽ ഗുഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ജെ സിനിമ മുതൽ ഞാൻ അങ്ങോട്ട് നല്ല ഫീൽ ഗുഡ് മൂവീസ്, ജെ ഫാലിമി, ഗുരുവായൂർ അമ്പലനടയിൽ, വാഴ, അങ്ങനെ മൂവികൾ, നല്ല ഫീൽ ഗുഡ് മൂവികളും നല്ല നല്ല ബ്ലോക്ക് ബസ്റ്റർ മൂവിയും കൂടെയാണ്. ഇതിന്റെ ഇപ്പോൾ ഈ മാർക്കയുടെ കൂടെ തന്നെ വേറൊരു മൂവി കൂടെ പോകുന്നുണ്ട്, രാജ്ബി ഷെട്ടിയും അമർനാഥ് രുതിരം. അത് ഞാനാ വർക്ക് ചെയ്തത്. അപ്പോൾ അതിലും ഈ വയലൻസ് ഉണ്ട്, അത്യാവശ്യം വയലൻസ് അതിലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഫീൽ ഗുഡ് ഒക്കെ വിട്ടിട്ട് ഫുൾ വയലൻസിലോട്ട് അങ്ങനെയല്ല, എനിക്ക് രണ്ടും പറ്റും. സംഭവം ഇനിയിപ്പോ നമ്മുടെ മലയാളത്തില് ഇത് ഒരു തുടക്കമായിരുന്നു. ഇനി വരുന്നത് എല്ലാവരും നമുക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണ്ടല്ലോ. അത് ശരിക്കും ശരിയാണ്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു പുറത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ പ്രോസറ്റിക് വർക്ക് ഫസ്റ്റ് ചിന്തിക്കുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ ചിന്തിക്കുക. കാരണം അത് നല്ല എക്സ്പെൻസീവാണ്. പുറത്തുനിന്ന് വരുമ്പോൾ ഹോളിവുഡിൽ നിന്നൊക്കെ വന്ന് ചെയ്യുമ്പോൾ അവരുടെ എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെ നമുക്ക് മലയാള സിനിമയിൽ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കേരളത്തിൽ നിന്ന് ഒരാളുണ്ടല്ലോ എന്നുള്ള സാധനം എല്ലാവർക്കും ഒരു കൺവിൻസ് ആയി. ചേട്ടന്റെ വർക്ക് സ്പേസിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബയോളജി ലാബ് തന്നെ കാണുമല്ലോ ഈ സംഭവങ്ങളൊക്കെ. ലാബ് പോലെ തന്നെയാണ്. കാരണം എല്ലാ സംഭവവും നമ്മളത് വളരെ സേഫ്റ്റി ആയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഭയങ്കര ഓർമ്മയാണുള്ളത്. നമുക്ക് അത്രയും കഷ്ടപ്പാടാണ് ഓരോ പീസും, അതായത് ഓരോ ഷൂട്ടും നമ്മുടെ അത്രയും കഷ്ടപ്പാടാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെയും ഞങ്ങളൊരു ടീം വർക്ക് കൂടി വന്നുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് വന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ മാത്രം ചെയ്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ടീം വർക്കിൻ്റെ കൂടെ വന്ന കാരണം അത്രയും റിസൾട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. ശരി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ മൂവി തന്നെ കാണുമ്പോൾ നമുക്ക് ഈ ഞെട്ടുന്ന, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ കൈയൊക്കെ കണ്ട് ഞെട്ടിയത്, ഈ ചെയ്ത് വെച്ചേക്കുന്ന സാധനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും കണ്ട് ഞെട്ടുവോ പേടിക്കുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് വൈറസിൻ്റെ തലയൊക്കെ ഉണ്ടാക്കിയിട്ട് റൂമിൽ വെക്കാറില്ല. റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീൻ ചെയ്യണ ചേച്ചിമാർ ചിലപ്പോൾ കണ്ട് പേടിക്കുക, ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് സിനിമയുടെ ക്ലൈമാക്സ് ആണ്. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിലാണ് കൊണ്ട് നടക്കാറ്. എന്റെ വണ്ടിക്ക് അതിട്ട് കൊണ്ട് നടക്കും. മൂന്നാറിന്ന് വരുന്ന വഴിക്ക് പോലീസ് പൊക്കി. അതായത് നൈറ്റ് ചെക്കിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പൊക്കുമ്പോഴത്തേക്കും ഈ സംഭവം പാർട്സുകളാണ് കിടക്കുന്നത്. പാർട്സുകളൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ പിന്നെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്തു, ഇതുപോലെ ഷൂട്ടിംഗ് ആണ്. ID കാർഡ് പുള്ളി, അവർ തമിഴ് പോലീസാണല്ലോ, അവർ ഫസ്റ്റ് തന്നെ ഡിക്കി തുറന്ന് അപ്പം തന്നെ അടയ്ക്കുക. ഡിക്കി തുറന്ന് അപ്പം തന്നെ സാർ എന്ന് വിളിക്കുക. അപ്പൊ വേറെ ആളെ വിളിക്കുക. അപ്പോഴാണ് സാർ ഷൂട്ടിംഗ് സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ID കാർഡും എൻ്റെ ഡീറ്റെയിലും കാർഡും എല്ലാം കാണിക്കേണ്ടി വന്നു.
കാണിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഷൂട്ടിംഗ് പ്രോസസ്സ് ആണെന്നൊക്കെ പറഞ്ഞു ഓക്കെ ആക്കിയാണ്. പിന്നെ ആളെല്ലാം നമ്മളെല്ലാം ഓപ്പൺ ചെയ്തേ കാണിച്ചു കൊടുത്ത്, കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു. പിന്നെ ഓക്കെ, പിന്നെ അവരെ അത് വെച്ച് ഫോട്ടോ എടുക്കണം, അത് നമ്മൾ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. ഞാൻ അത് നടപടിയാവില്ല സാർ, അത് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ എന്നെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിട്ടല്ല, ഞാൻ മൂന്നാർ താമസിച്ചിരുന്ന ഹോട്ടലുണ്ട്, ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. മൂന്നാർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്നത് എക്സിക്യൂട്ടീവ് ലുക്കിലാണ്, നല്ല ലുക്കിലൊക്കെയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഫുള്ള് ബ്ലഡും കുളിച്ച് ചോരക്കളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ നോക്കിയിട്ട് പോയി. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ പറഞ്ഞ് ചേട്ടാ ഒന്ന് താഴെ കൂടെ പോകുമെന്ന് ചോദിച്ചു. അതായത് ഞങ്ങളുടെ വെളിയിൽ കൂടെ ഒരു ഡോറ് സർവീസ് ലിഫ്റ്റിലാക്കി. കാരണം പുറത്തു കൂടെ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്, അവിടെ ആരെങ്കിലും ഇരിക്കണമെങ്കിലും നടന്നു പോകുമ്പോഴൊക്കെ ബ്ലഡ് ആവുക. അപ്പം ഇവരുടെ അടുത്ത് പറയാം ചേട്ടാ ഒന്ന് നിങ്ങളൊന്ന് അതുവഴി പോകണം, നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് വഴിയിലേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ വഴി അതുവഴിയായി. കാരണം ഇറക്കി വിട്ടതല്ല, ഇങ്ങനെ ഫ്രണ്ട് ഡോറിൽ കൂടെ പോകണ്ട, ബാക്ക് ഡോറിൽ കൂടെ പോയാൽ മതി. എനിക്ക് മനസ്സിലായി നമ്മുടെ ഭാഗത്താണല്ലോ. ഞാൻ ഇങ്ങനെ വേറൊരു ട്രോള് പോലെ ഇങ്ങനെ കണ്ടായിരുന്നു, നമ്മുടെ ഹനീഫിക്ക ഇങ്ങനെ പറയുന്നത് പോലെ. അതായത് ഒരാൾ ആക്ട് ചെയ്യുക, ഡയറക്ടർ ഇങ്ങനെ പറയാ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനോടൊക്കെ ഒരു 1000 മീറ്റർ കറുപ്പ് തുണി വാങ്ങിച്ചോ, ഇയാൾക്ക് ഈ കോസ്റ്റ്യൂം, ജഗദീഷ് ചേട്ടന് എന്താ വ്യത്യാസമുണ്ടോ, ഒരു ബ്ലാക്ക് കോട്ട്, എല്ലാവർക്കും കറുപ്പ് കോസ്റ്റ്യൂം, മൊത്തത്തിലൊരു കറുപ്പ് ഭയം. ഞാനും കേട്ടായിരുന്നു അത്. പക്ഷെ വിഷ്വൽ വൈസ് ഭയങ്കര ഭംഗിയാണ്, പിന്നെ ഭയങ്കര ഭംഗിയാണ്. പള്ളിയിലച്ച മാത്രമേ ഉള്ളൂ വൈറ്റ് ഇടുന്നത്. അതെ, ഭയങ്കര ഭംഗി. അവരെ കോസ്റ്റ്യൂം ഡിസൈൻ തന്നെ ചേച്ചിയുടെ അത് ക്രിയേഷൻ ആയിരിക്കാം, എനിക്ക് അതിനെ പറ്റി വല്ല ഡീറ്റെയിൽ അറിയില്ല. അത് ഡയറക്ടറും തന്നെ ചേച്ചിയുടെ ഒരു ഇതായിരിക്കാം. പിന്നെ വേറെ അത്രേ ഉള്ളൂ, അതൊക്കെയാണ്. പിന്നെ ഇനി എപ്പോൾ നമുക്കൊരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇനി അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഈ സെൻസറിൽ പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ? ഇനി അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വയലൻസിൻ്റെ അങ്ങേ അറ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇതെങ്ങനെ ക്രിയേഷൻ എന്നുള്ളത് ചർച്ചയാണ്. കാരണം ഇനി സെൻസറിങ്ങിൽ കട്ടായി പോയി ഇതുപോലെ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ കണ്ടെത്തണം, എങ്ങനെയാണ്. അപ്പോൾ ഏത് റേഞ്ച് വരെ കൊണ്ടുപോവാം എന്നുള്ളതൊരു ഒരു ഓപ്ഷൻ കിട്ടിയാൽ നമുക്കത് പിടിക്കാമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പഠിച്ചാൽ കഴിയാത്തൊരു ഫീൽഡ് തന്നെയാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. പ്രോസറ്റിക് ആയിരുന്നാലും നമ്മളിത് ഓരോ ദിവസം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിന് മേലെ ഇനി ഒരുപാടുണ്ട് ചെയ്യാൻ, ഒരുപാടുണ്ട്. നമ്മളിപ്പം ഈ പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ചെയ്തിരിക്കുന്നത്. ഇതിനും മേലെ എന്ത് വേണം നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി. ഇപ്പം ഈ പടത്തോടെ എനിക്കൊരു കോൺഫിഡൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ചേട്ടാ മാർക്കോ കഴിഞ്ഞപ്പം ഓഫ് കോഴ്സ് ഒരുപാട് പേര് വിളിച്ച് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ണിച്ചേട്ടനിലൂടെ അങ്ങനെ പലരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചേട്ടന് പേഴ്സണലി ഏറ്റവും കൂടുതൽ പ്രൗഡായതും സന്തോഷമായതും ആര് കോൾ ചെയ്ത് പറഞ്ഞപ്പോഴാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ പടം റിലീസ് സമയത്ത് ഇവിടെ ഇല്ല, ദുബായിലാണ്. ഇപ്പോൾ ഇന്ന് 10 ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തുന്നത്. എനിക്ക് അങ്ങനെ പ്രമുഖരാരും അങ്ങനെ എന്നെ വിളിച്ച് ആരും അറിഞ്ഞിട്ടില്ല, ഫോൺ കോളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ദുബായിലുണ്ട സമയത്ത് ആസിഫ് അലീക്ക എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഉണ്ണിബ്രോയൊക്കെ മെസ്സേജ് ചെയ്തു, ഉണ്ണിച്ചേട്ടനൊക്കെ മെസ്സേജ് ചെയ്തു, അനീഫിക്കൊക്കെ മെസ്സേജ് ചെയ്തു, നമ്മളെ ക്രൂ മെമ്പേഴ്സൊക്കെ മെസ്സേജ് ചെയ്തു. എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ റിവ്യൂസും കാണാറുണ്ട്. നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ, പ്രമുഖരായ റിവ്യൂസ് ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അവരാരും മേക്കപ്പിനെ പറ്റി ആരും ചർച്ച ചെയ്തില്ല. അപ്പോൾ ഒരു വിഷമമായി. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ചെയ്തത് ശരിയാവാത്തതുകൊണ്ടാണോ, അങ്ങനെയൊക്കെ എനിക്ക് ഫീലിംഗ് ആയി. കാരണം അപ്പോൾ പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇത് ചില ആൾക്കാർ വിചാരിച്ചു ഗ്രാഫിക്സ് ആണ്, അല്ലെ പിന്നെ ഇത് മറ്റേ പ്രോസസ്സിംഗ് വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ഉണ്ടായി. ശരിക്കും സംഭവിച്ചത് അങ്ങനെയാണ്. കാരണം എന്നെ വിളിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം. ഞാൻ ദുബായിൽ ഇങ്ങനെ ആസിഫ് അലിയുടെ പടം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല. പിന്നെ മെസ്സേജ് വഴിയൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഒരു ആരെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. ഇല്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ജഗദീഷ് ചേട്ടനെ കെട്ടിയിട്ടേക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, മുകളിൽ ആസിഡ് ഒക്കെ, അതെങ്ങനെ അത്രയും ഒരു സെറ്റപ്പ് ചെയ്തെടുത്തത്? അത് കാറിന്റെ തലയാ ഇങ്ങനെ ലിവറും സുനിലേട്ടനാണ് ആ ഡയറക്ടർ. സുനിലേട്ടൻ ഭയങ്കര ബ്രില്യൻ്റ് ആയ ആളാണ്. സുനിലേട്ടൻ ബറോസിന്റെ ഒക്കെ ഡിസൈനറാണ്. ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കാണാത്ത ഒരു ഫ്രെയിമാണ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത്. പല സിനിമയിലും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്തുവെങ്കിലും പക്ഷേ ഇതൊരു പുതുമയുള്ളൊരു ഫ്രെയിമാണ്. ആസിഡിലേക്ക് എല്ലാ ആക്ഷനൊക്കെ ഭയങ്കര ടൈമിങ് ചേഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തതാണ്. നമ്മളത് ആ ട്രോപ്സ് വിടുമ്പോഴത്തേക്ക് തന്നെ ജഗദീഷിന്റെ തലയിൽ വീഴുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തല ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. ആ സാധനമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ജഗദീഷേട്ടൻ്റെ പൊട്ടിത്തെറിക്കുന്ന ഭാഗം ബാക്കി താഴോട്ടുള്ളതൊക്കെ CG വർക്കാണ്. നമ്മളത് ബ്ലഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ.
ഫേസിൻ്റെയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഫേസും കൈയിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പം ഭയങ്കര റിസൾട്ട് വന്നൊരു ഓപ്ഷനായിരുന്നു. ഇനി ചേട്ടന് വരാൻ പോകുന്ന മറ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ റണ്ണിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിപിൻദാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന വസനസമേത ബന്ധുമിത്രാദികൾ എന്നുള്ള മൂവി നടന്നുകൊണ്ടിരിക്കുന്നു. ധീരൻ എന്ന് പറഞ്ഞ പടം നടന്നുകൊണ്ടിരിക്കുന്നു, ചിയേഴ്സിൻ്റെ, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ദുബായിൽ ഇപ്പോൾ ആസിഫ് അലിക്കയുടെ ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 3 ഷൂട്ടിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് മൂന്നും എങ്ങനത്തെ ജോണറാണ്? ഫീൽ ഗുഡ് ആണോ അതോ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ വയലൻസ് ആണോ? ഫീൽ ഗുഡ് ആണ്. ഈ 2 പടം ഫീൽ ഗുഡ് ആണ്. ആസിഫിക്കയുടെ പടം സസ്പെൻസ് ആണ്, അത് നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇനി കംപ്ലീറ്റ് ചെയ്യുന്ന പടമുണ്ട്, പൊന്മാൻ. അത് ഞാനാണ് ചെയ്തിരിക്കുന്നത്. അത് പൊന്മാൻ എന്ന് പറഞ്ഞാൽ ബേസിലിട്ടറിൻ്റെ പടം. ബേസിലിട്ടറിൻ്റെ ജയ മുടങ്ങി ഒരു 8 പടം അടുപ്പിച്ച് ഞാനാണ് ചെയ്തത്. വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ബേസിലിട്ടർ ഭയങ്കര കെയറിങ്ങും ബേസിലിട്ടർ ഭയങ്കര സപ്പോർട്ടും ആയിരുന്നു. ബേസിലിട്ടറിൻ്റെ എല്ലാ ഹിറ്റ് പടം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജോണറിൽ ഒരു 7 പടം ചെയ്തിട്ടുണ്ട്. പിന്നെ റിലീസാവുന്ന ആസിഫിക്കൽ തന്നെ ആഭ്യന്തര കുറ്റവാളി, ഈ പടങ്ങളാണ് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ളതും വർക്കിംഗ് നടക്കുന്നത്. ദൈവാനുഗ്രഹിച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള സിനിമകളെല്ലാം ഇതേപോലെ തന്നെ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.